ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുഞ്ഞിച്ചി അച്ഛൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരുന്ന സത്യാമ്മയൊക്കെ തിരക്കുക. സ്വന്തം വീടെന്നുള്ള രീതിയിൽ അച്ഛൻ ഓരോന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഉപേന്ദ്രനോ സുസ്മിതയോ ഒക്കെ വന്ന വലിയ കുഴപ്പമാവും. അച്ഛാ എന്തിയവള് ഭാമ എന്തിയെന്ന് അവളെ വിളി. ആ തീപ്പെട്ടി എടുത്തോന്ന് ഇതെല്ലാം കത്തിക്കാൻ പറ. അച്ഛൻ ഓർമ്മയില്ലാതെയാണല്ലോ ഈ പറയുന്നതൊക്കെ. ആരെങ്കിലും ഒക്കെ ഇപ്പൊ ഇവിടേക്ക് വന്നാ വലിയ കുഴപ്പമാവുമല്ലോ. അച്ഛന്റെ ഈ ഓർമ്മക്കുറവില് അച്ഛൻ എന്തെങ്കിലും വിളിച്ചു പറയുകയും ചെയ്യും. എന്താ ഇപ്പൊ ചെയ്യാ? ഭാമേ ഭാമേ ഇതിനെയൊക്കെ വിളിച്ചോലും വിളിയേക്കത്തില്ല. നീ എന്തു ശാപം എങ്ങനെ നിൽക്കുന്നേ? അവള് വരുന്നില്ലെങ്കിൽ വരണ്ട. നീ ചെന്നേ ആ തീപ്പെട്ടി എടുത്തോണ്ട് വാ. അച്ഛാ അതൊക്കെ ഞാൻ കത്തിച്ചോളാം. കത്തിച്ചേക്കണം. ഇതിങ്ങനെ കൂട്ടിയിടുന്ന അപകടമാ. നമ്മുടെ പുത്തമ്പരക്കലെ ദാസന്റെ അച്ഛനെ കടിച്ച് പാമ്പിരുന്നതേ ഇതുപോലെ കൂട്ടിയിടുന്ന ചവറിനകത്താ. അതുകൊണ്ട് അച്ഛനീ പറയുന്നതേ ഈ വീട് ഭംഗിയായിട്ട് പെയിന്റ് അടിച്ചു വെച്ചാ പോരാ, വീടിന്റെ ചുറ്റുവട്ടവും ഭംഗിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ അകത്ത് അങ്ങനെയാണോ ആവോ? എല്ലാം വൃത്തികേടായിട്ട് കിടക്കുമായിരിക്കും. എല്ലാത്തിനും എന്റെ കൈ തന്നെ എത്തണമല്ലോ. പിടിക്കണമെന്നില്ല, ഞാൻ കയറി പോയിക്കോളാം. ഇതൊക്കെ എത്ര കയറിയതാ. എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ. എത്ര പെട്ടെന്ന് ഇതൊക്കെ മാറ്റം പറ്റിയ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പം ഒരു ചായ പതിവുള്ളതല്ലേ? അയ്യോ ഞാനത് ഓർത്തില്ല. ഇപ്പൊ കൊണ്ടുവരാച്ചാ. അല്ല ഭാമയ്ക്ക് ഇത് അറിയാവുന്നതാണല്ലോ. അവളെന്ത് ചെയ്യും? എന്റെ കാര്യങ്ങൾ നോക്കാതെ അവളുടെ ഈ നാട് നഗർ പരിപാടിയെ മിക്കവാറുവേ ഞാനൊന്ന് അവസാനിപ്പിക്കും. ആ രവി ഒന്ന് വിളിച്ച് പെയിന്റ് ചെയ്യിക്കണം. ആ വീടിന്റെ ആ പഴയ പകിട്ടൊക്കെ അങ്ങ് പോയി. വീട് തെളിഞ്ഞാലേ വീട്ടിലുള്ളവരും തെളിയും. വീട്ടിലുള്ളവർ തെളിഞ്ഞ ജീവിതവും തെളിയും. സത്യാമ്മ അറിയാതെ ഓർമ്മയില്ലാതെയാ അച്ഛനെ ഇറങ്ങി നടന്നിരിക്കുന്നെ. ഇവിടെ ഇപ്പൊ മറ്റാരും വരാത്തത് ഭാഗ്യം. പക്ഷേ അച്ഛനെ ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു വഴി കാണണം. ശ്യാമേ, നീ ഇതൊരു ചാടുക്കാൻ പോയില്ലേ? അയ്യോ അച്ഛാ, ഞാൻ പിന്നെ അത് മറന്നു. ഞാനിപ്പോ എടുത്തിട്ട് വരാം. നീ എന്ത് കാഴ്ച കൊണ്ടോണ്ടിരിക്കുക? പോയി ചായ കൊണ്ടോ മോളെ. എന്നാലും ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതോ എനിക്ക് തോന്നിയതാണോ? തോന്നിയതാവോ? തോന്നിയതായിരിക്കും. എല്ലാം ശരിയാവും.
വരാത്തെ? കുറെ അധികം ഫയലുകൾ നോക്കാനുണ്ട്, എഴുതാനും ഉണ്ട്. അവിടെ ഒന്നും ചെയ്താൽ ശരിയാവില്ല. ഞാൻ ചായ എടുക്കട്ടെ? കുറച്ച് കഴിഞ്ഞു മതി അമ്മേ. ആ പിന്നെ ഞാൻ ഇന്നൊരാളെ കണ്ടു. അമ്മയുടെ ശത്രു രാജേശ്വരിയുടെ മോനെ. അനൂപിനെയോ? അതെ അമ്മേ, അവനിപ്പോ എന്തൊരു ആവശ്യത്തിന് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ നീ ഇങ്ങോട്ട് വിളിക്കാത്തത്? എന്നിട്ട് വേണം രാജേശ്വരി അമ്മ കലിതുള്ളി ഇങ്ങോട്ട് വരാൻ. എന്നാലും നമ്മുടെ അച്ഛൻ എങ്ങനെയമ്മേ ഇതുപോലൊരു സ്ത്രീയുടെ ചതി ചെന്ന് പെട്ടത്? പക്ഷെ എന്തോ ഭാഗ്യം, അനൂപിന് ആ സ്ത്രീയുടെ ഒരു സ്വഭാവവും കിട്ടിയിട്ടില്ല. അവന് പണ്ട് നമ്മളോട് തന്നെയായിരുന്നു സ്നേഹം. ഇവിടെ വരുമ്പോഴൊക്കെ ചേച്ചി ചേച്ചി എന്നും പറഞ്ഞ് നിന്റെ പിന്നാലെ തന്നെ ആയിരുന്നു. വലുതായിട്ടും ആ സ്നേഹത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ലല്ലോ. അതൊന്നുമില്ല. പക്ഷേ അവനിപ്പോ നല്ല മിടുക്കനായമ്മേ, നല്ല സംസാരവും നല്ല പെരുമാറ്റവും. ഈ പക്വത വന്നു എന്നൊക്കെ പറയില്ലേ, ആ കുട്ടിത്തൊക്കെ അങ്ങ് പോയി. അതാ കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. അതങ്ങനെ വരൂ. അമ്മ വേറെയാണെങ്കിലും അവൻ നിങ്ങളുടെ ഇനം തന്നെയല്ലേ. അതിന്റെ ഗുണം അവൻ കാണിക്കാതിരിക്കില്ലല്ലോ. എന്തായാലും അവന്റെ വരവിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്, എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി. ആ അതെന്താണെന്ന് അവൻ തന്നെ പറയട്ടെ. ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് വിളിക്കാം. ഓ, ശ്യാമയാണല്ലോ. ഇനി അടുത്ത എന്ത് പ്രശ്നമാണാവോ? ശ്യാമയുടെ ഫോൺ വരുമ്പോ പേടിയാ. എന്തൊക്കെയാ അവൾ അവിടെ നിന്ന് പറയുന്നതെന്ന് അറിയില്ലല്ലോ. അമ്മ എന്തായാലും എടുക്ക്. ആ മോളെ, എന്താ വിളിച്ചത്? അമ്മേ അമ്മേ, ഞാൻ നേരത്തെ വിളിച്ചപ്പോ അച്ഛൻ വന്നു പറഞ്ഞില്ലേ? ആ രാഘവേട്ടൻ. അമ്മ, അച്ഛൻ എന്തോ ഓർമ്മ പെശക് സംഭവിച്ച പോലെയാ സംസാരിക്കുന്നെ. വീട്ടിൽ വന്ന് സത്യാമ്മയെ തിരക്കുന്നു, ചവറൊക്കെ വാരിക്കൂട്ടിട്ട് കത്തിക്കാൻ പറയുന്നു. പഴയ പോലെ സ്വന്തം വീടാണെന്ന് കരുതി ഓരോന്ന് ചെയ്യുവാ. ഇന്നിവിടെ ഇപ്പൊ മറ്റാരും ഇല്ലാത്തത് ഭാഗ്യം. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അമ്മേ? ആ മോളെ, ഇവിടെ ശാലിനി ഉണ്ട്, നീ അവളോട് കാര്യം പറ. വിഷ്ണുവിനെ വിളിച്ച് അവള് കാര്യങ്ങൾ പറയും, ഞാൻ കൊടുക്കാം. എന്താ? അത് രാഘവേട്ടൻ ശ്യാമയുടെ അവിടെ ഉണ്ട്, എന്തോ ഓർമ്മക്കുറവ് പോലെയൊക്കെ പറയുന്നുണ്ടെന്ന്. ശ്യാമേ, എന്താ എന്താ ഉണ്ടായത്? അച്ഛൻ എപ്പോ അവിടെ എത്തി? കുഞ്ഞിച്ചി, അച്ഛൻ വല്ലാത്തൊരവസ്ഥയില ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരുന്ന സത്യാമ്മയൊക്കെ തിരക്കുക. സ്വന്തം വീടെന്നുള്ള രീതിയിൽ അച്ഛൻ ഓരോന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഉപേന്ദ്രനോ സുസ്മിതയോ ഒക്കെ വന്ന വലിയ കുഴപ്പമാവും. അതുപോലെ രോഹിത്തും ഇവിടെ ഇല്ല. ഞാൻ ആകെ പേടിച്ചിരിക്കുക. നീ ടെൻഷൻ അടിക്കാതെ, അച്ഛൻ പുറത്തേക്കൊന്നും പോവാതെ നോക്കണം. ഞാൻ ഇപ്പൊ വരാം. ശരി കുഞ്ഞേച്ചി.